സത്യൻ അന്തിക്കാടിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളൊരു ബന്ധം അല്ലേ? ഏറ്റവും ആത്മബന്ധം അടുപ്പവും നിങ്ങൾ തമ്മിലായിരിക്കും. ഇപ്പോഴാണെങ്കിലും എപ്പോഴും വന്നു പോകുന്ന ഒരു വ്യക്തി അദ്ദേഹമായിരിക്കും. സത്യൻ അന്തിക്കാടിൻ്റെ ഒരു പാഠമാണോ ആ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ, ആ 2 സിനിമകൾ സംവിധാനം ചെയ്യുമ്പോൾ ഒരു പാഠമുണ്ടല്ലോ ഒരു സംവിധായകൻ്റെ, അത് ആരുടെ പാഠമായിരുന്നു? ആരായിരുന്നു ഗുരുവായിട്ട് കണ്ടിരുന്നത് സംവിധാനം ചെയ്യുന്ന സമയത്ത്? ശ്രീനി ചേട്ടൻ സംവിധാനം ചെയ്യുമ്പം വേറൊരു സംവിധാനം ഗുരുവായിട്ട് കാണുമല്ലോ നമ്മൾ, അങ്ങനെ കണ്ടിരുന്നു? അങ്ങനെ ഞാൻ എല്ലാവരുടെ അടുത്തുനിന്നും കണ്ടതല്ലേ ഞാൻ. അങ്ങനെ എല്ലാവരും ഗുരുനാഥന്മാരാണ്. പക്ഷെ ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ എല്ലാവരിൽ നിന്നായി പഠിക്കുന്നതാണ്. ബേസിക്സ് ഉണ്ടായിട്ട് ബാക്കി പിന്നെ സീനനുസരിച്ച് നമ്മൾ മേക്കിംഗ് വ്യത്യാസം വരും. നമ്മൾ കൺസീവ് ചെയ്യുന്നത് നമ്മൾ എഴുതുമ്പോൾ തന്നെ കൺസീവ് ചെയ്യല്ല, ഇതിങ്ങനെയായിരിക്കണം ഈ സീൻ. പല സിനിമകളിപ്പം പിന്നെ സുന്ദാവിഷ്ട ശ്യാമള എന്ന് പറയുന്ന സിനിമയും പിന്നെ ലാൽ ജോസിൻ്റെ ഒരു മറവത്തൂർ കനവും മദിരാശിയിൽ വെച്ചിട്ട് 2 സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതാൻ നിർബന്ധിതനായ ഒരു ഘട്ടമായിരുന്നത്. രാവിലെ മുതൽ ഉച്ചവരെ മറവത്തൂർ കനവ് എഴുതും, ഉച്ചയ്ക്ക് ശേഷം ഇത് എഴുതും, ചിന്താവിശേഷാമള.